തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോഴിക്കോട് ബാലുശ്ശേരി കോട്ടക്ഷേത്രത്തിൽ 20 പവനിലധികം വഴിപാട് സ്വർണം കാണാതായ ഒരു പരാതിയുണ്ടായിരുന്നു. 2023 സ്ഥലം മാറിപ്പോയ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വർണവുമായി മുങ്ങി എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. സ്വർണം കാണാതായതിനാൽ മലബാർ ദേവസ്വം ബോർഡ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ശബരിമലയിലെ സ്വർണ്ണക്കളവിന്റെ വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഇതാ മറ്റൊരു സ്വർണ്ണക്കളവിന്റെ വാർത്ത കൂടി പുറത്തു വരുന്നത്. മലബാർ ദേവസ്വം ബോർഡിലും നിലവിൽ സമാനമായ രീതിയിലുള്ളൊരു സ്വർണ്ണമോഷണം നടന്നിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? ഡോക്ടർ അരുൺകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ സ്വർണ്ണ തിരിമറിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികളാണ് ചർച്ചയെങ്കിൽ ഇവിടെയും വഴിപാട് സ്വർണം നഷ്ടപ്പെട്ടതായിട്ടുള്ള പരാതിയാണ് ഉയരുന്നത്. 2016 മുതൽ 2023 വരെ ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വർണം സൂക്ഷിക്കാൻ വെച്ചിരുന്നത്. അദ്ദേഹം സ്ഥലം മാറിപ്പോകുമ്പോൾ അടുത്തു വന്ന പുതുതായി ചാർജ് എടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അതിൻ്റെ ഒരു കണക്കും ആസ്തി രജിസ്റ്റർ സഹിതം കൊടുക്കുകയുണ്ടായില്ല. ഇപ്പോൾ ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ മാറി വന്നപ്പോൾ അദ്ദേഹം ആസ്തി രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത്. അങ്ങനെ കൂടുതൽ പരിശോധനകൾ നടന്നപ്പോൾ 2023 ഇത് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കി. അങ്ങനെ അന്നത്തെ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. അദ്ദേഹം ഇതിനകം വിരമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എത്തി ഒക്ടോബർ 3-ാം തീയതി താൻ കൊണ്ടുപോയ സ്വർണങ്ങൾ തിരിച്ചെത്തിക്കാം എന്ന് ദേവസ്വം ബോർഡിന് ഉറപ്പ് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഒക്ടോബർ 3-ാം തീയതിയും അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയില്ല. നാളെ ക്ഷേത്രത്തിലേക്ക് വെരിഫിക്കേഷൻ ഓഫീസർ എത്തുന്നുണ്ട്. എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി കണക്കാക്കും. ഇതിനിടയിൽ ഈ പഴയ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ സ്വർണം തിരിച്ചെത്തിച്ചാൽ അത് കണക്കിൽ രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിനകം ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. എന്നിട്ട് പോലും എന്തിനാണ് ക്ഷേത്രത്തിന്റെ സ്വർണം അദ്ദേഹം കൈവശം വെച്ചത്? അതൊരു മോഷണം തന്നെയാണ് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഇത് പോലീസിൽ വിരമിച്ചു പോയ സമയത്ത് പൊന്നുതമ്പുരാന്റെ പൊന്നുകൊണ്ട് അങ്ങ് പോയി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പൊന്നുതമ്പുരാൻ എന്തിനാ പൊന്ന് എന്നായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. അത് വിശ്വാസികൾക്ക് വളരെ വിലപ്പെട്ടതാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നതേയില്ല.